എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് എവ്രി വൺ ഷുഡ് ഗെറ്റ് ആൻ ഓപ്പർച്യൂണിറ്റി ടു പ്രൂവ് ദിയർ ലീഡർഷിപ്പ് ക്വാളിറ്റീസ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം പറഞ്ഞ വീഡിയോയുടെ ഒരു തുടർച്ചയാണ് ഇത് എന്ന് വേണമെങ്കിൽ നമുക്ക് കരുതാം. അതായത് നമ്മുടെ നേതൃത്വ കഴിവുകൾ തിരിച്ചറിയാനായിട്ട് ഒരു അവസരം നമുക്ക് തീർച്ചയായിട്ടും കിട്ടണം എന്നാണ് പറയുന്നത്. ഇത് ഒരുപാട് പേര് പരാതി പറയാറുള്ള ഒരു കാര്യമാണ്. അതായത് എനിക്ക് ഒരുപാട് കഴിവുണ്ട്, പക്ഷേ അത് തെളിയിക്കാനുള്ളൊരു അവസരം എനിക്ക് ആരും തന്നിട്ടില്ല. അതൊരു പക്ഷേ എൻ്റെ ബോസിൻ്റെ കുറ്റമായിട്ട് ചിലപ്പം ഞാൻ കാണുന്നുണ്ടാകാം, അല്ലെങ്കിൽ എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന ആളുകളായിരിക്കാം, അല്ലെങ്കിൽ ഞാൻ വളർന്നു വരുന്ന സാഹചര്യമായിരിക്കാം, എൻ്റെ മാതാപിതാക്കളായിരിക്കാം, കുടുംബക്കാരായിരിക്കാം. അങ്ങനെ നമുക്ക് കാരണം പറയുകയാണെങ്കിൽ ഒരുപാട് കാരണങ്ങൾ നമുക്ക് പറയാം. എനിക്ക് എല്ലാ കഴിവുമുണ്ട്, പക്ഷേ അത് തെളിയിക്കാനുള്ളൊരു അവസരം എനിക്ക് കിട്ടിയിട്ടില്ല. ശരിയായിരിക്കാം ഒരു പരിധിവരെ. പക്ഷേ ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഒരവസരമെങ്കിലും നമ്മൾ ഇതുപോലെ പാഴാക്കി കളഞ്ഞിട്ടുണ്ടാകും. ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ നമുക്ക് അറിയാൻ പറ്റും. അതായത് നമ്മുടെ കഴിവ് തെളിയിക്കാനുള്ള ഒരു അവസരം നമുക്ക് ഒരുപക്ഷെ തന്നിട്ടുണ്ടാകും ആരെങ്കിലും. പക്ഷേ നമുക്ക് ഒരു ഭയം കൊണ്ടോ അല്ലെങ്കിൽ മടി കൊണ്ടോ നമ്മളത് എടുത്തിട്ടുണ്ടാവില്ല. ഒരു ചെറിയൊരു എക്സാമ്പിൾ പറഞ്ഞാൽ, നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് ടീച്ചർ ചോദിക്കുകയാണ്, ആർക്കാ ഇതൊന്നും ചെയ്യാൻ പറ്റുക, ആരാന്ന് മുന്നോട്ട് വരാൻ പറ്റുന്നത്, ഹൂ വിൽ വോളണ്ടിയർ എന്ന് ചോദിക്കുമ്പോൾ മിക്ക ആളുകളും മിക്ക കുട്ടികളും, അത് നമ്മൾ കുട്ടിയായിരിക്കുന്ന സമയത്താണെങ്കിലും മുതിർന്നവരായിട്ടിരിക്കുന്ന സമയത്താണെങ്കിലും നമ്മൾ വിചാരിക്കുന്നത്, ഓ നമ്മളായിട്ട് എന്തിനാ ഇത് ചെയ്യുന്നത്, ഇനി നമ്മളത് ചെയ്ത് എന്തെങ്കിലും തെറ്റിപ്പോയി കഴിഞ്ഞാൽ ആളുകൾ നമ്മളെ കളിയാക്കില്ലേ. ശരിക്കും പറഞ്ഞാൽ ആരും മുന്നോട്ട് വരാത്ത സാഹചര്യത്തിൽ മുന്നോട്ട് വന്ന് ആ ഒരു കാര്യം ചെയ്ത് അത് നല്ല രീതിയിൽ മുന്നോട്ട് പോയില്ലെങ്കിൽ പോലും നമ്മൾ ആ ജോലി ഏൽപ്പിച്ച വ്യക്തിക്ക് ഒരു അപ്രീസിയേഷൻ ഉണ്ടാവും നമ്മളെക്കുറിച്ച്. ആരും മുന്നോട്ട് വരാത്ത സാഹചര്യത്തിൽ മുന്നോട്ട് വന്ന ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ. അപ്പം അവർക്ക് തീർച്ചയായിട്ടും അവർ നല്ലൊരു ലീഡർ ആണെങ്കിൽ അവർക്ക് ഒരു പക്ഷേ മനസ്സിൽ തോന്നിയേക്കാം, ഈ ഒരു വ്യക്തിക്ക് ചെറിയ രീതിയിലാണെങ്കിൽ ഒരു കഴിവുണ്ട്, ഇനി ആ കഴിവിനെ ഒന്ന് വളർത്തിയെടുത്താൽ മാത്രം മതി. ശരിക്കും പറഞ്ഞാൽ അങ്ങനെ നമ്മൾ വേണ്ട അല്ലെങ്കിൽ പറ്റില്ല എന്ന് പറഞ്ഞ് ഒരുപാട് അവസരങ്ങൾ നമ്മൾ പാഴാക്കി കളഞ്ഞിട്ടുണ്ടാകാം. ഇനിയെങ്കിലും നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ ഒരു അവസരം വരികയാണെങ്കിൽ അത് പാഴാക്കി കളയരുത് എന്നാണ് പറയുന്നത്. അപ്പം തീർച്ചയായിട്ടും നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അതുവഴി നമുക്ക് നേടിയെടുക്കാനും നമ്മുടെ ആത്മവിശ്വാസം നമുക്ക് വളർത്തിയെടുക്കാനായിട്ടും സാധിക്കും. ഈ ഒരു കാര്യത്തിന് അല്ലെങ്കിൽ ഒരു അവസരത്തിന് ശരിക്കും പറഞ്ഞാൽ പ്രായപരിധിയില്ല. നമ്മൾ എത്ര തന്നെ പ്രായം കൂടിയ വ്യക്തിയാണെങ്കിലും ഇങ്ങനെ ഒരു സാഹചര്യം നമ്മുടെ മുന്നിൽ വരികയാണെങ്കിൽ, ആരെങ്കിലും നമ്മളോട് സഹായം ചോദിക്കുകയാണെങ്കിൽ പറ്റുന്ന രീതിയിൽ തന്നെ അത് ഏറ്റെടുക്കാനായിട്ട്, സന്തോഷത്തോടു കൂടി ഏറ്റെടുക്കാനായിട്ട് ശ്രമിക്കുക. ഒരുപക്ഷെ ജീവിതത്തിൽ വലിയൊരു മാറ്റത്തിനുള്ള ഒരു വഴിത്തിരിവായിരിക്കാം ആ ഒരു അവസരം. അപ്പോൾ ആ ഒരു രീതിയിൽ നമുക്ക് എല്ലാവർക്കും നമ്മുടെ മുന്നിൽ വരുന്ന ഏതൊരു പ്രതിസന്ധിയും അല്ലെങ്കിൽ ഏതൊരു ബുദ്ധിമുട്ടിനെയും നമുക്ക് സന്തോഷത്തോടു കൂടി നേരിടാനും അതുവഴി നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനും നേടിയെടുക്കാനും സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു.